പ്രിയപ്പെട്ടവരെ, ഡിജിറ്റൽ യുഗത്തിലെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും നിശബ്ദവും എന്നാൽ മാരകവുമായ ഒരു ആത്മീയ ഭൗതിക പ്രതിസന്ധിയാണ് ടെക്നെക്ക് അഥവാ സെർവിക്കൽ എനർജി ബ്ലോക്ക്. ഭൗതികശാസ്ത്രം ഇതിനെ കേവലം പേശികളുടെ വലിഞ്ഞു മുറുകലോ ക്ഷേരുക്കളുടെ തേയ്മാനമോ ആയി മാത്രം കാണുമ്പോൾ, റെയ്ക്കി ചികിത്സാശാസ്ത്രം ഇതിനെ കാണുന്നത് പ്രപഞ്ചജ്ഞാനം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന മാസ്റ്റർ ചാനലിന്റെ തകരാറായാണ്. മനുഷ്യശരീരത്തിലെ 7 പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങളിൽ ഏറ്റവും നിർണായകമായ ഒരു പാലമാണ് കഴുത്തിന്റെ ഭാഗം. അത് ഭൗതിക പ്രതലത്തെയും അതീന്ദ്രിയ പ്രതലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഉയർന്ന തരംഗങ്ങൾ ക്രൗൺ ചക്ര വഴി ഇറങ്ങി കഴുത്തിലൂടെ നട്ടെല്ലിലാകെ പടരുകയും 72,000 സൂക്ഷ്മ നാഡികളെ ഉണർത്തുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കി തലകുനിക്കുമ്പോൾ ഈ പാലം വക്രീകരിക്കപ്പെടുകയും പ്രപഞ്ചോർജ്ജത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായി സ്തംഭിക്കുകയും ചെയ്യുന്നു. മണിക്കൂറുകളോളം ഡിജിറ്റൽ സ്ക്രീനുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വിനാശകരമായ മാറ്റങ്ങൾ നമുക്ക് നോക്കാം. മൊബൈൽ ഫോണുകളിൽ നിന്നും വൈഫൈ റൂട്ടറുകളിൽ നിന്നും പുറപ്പെടുന്ന കൃത്രിമ തരംഗങ്ങൾ നമ്മുടെ പ്രഭാവലയത്തിൽ നിരന്തരം വന്നിരിക്കുന്നു. ഇതിന്റെ ഫലമായി കഴുത്തിനു പുറകിലെ ഊർജ്ജപാളികളിൽ കറുത്ത പുക പോലെയുള്ള ആസ്ട്രൽ സ്മോഗ് രൂപപ്പെടുന്നു. ഇത് ശരീരത്തിന്റെ പ്രതിരോധശേഷിയെ തകർക്കുകയും പേശികളെ കല്ലുപോലെ കടുപ്പമുള്ളതാക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിലെ നിരന്തരമായ സ്ക്രോളിംഗ് തലച്ചോറിൽ കൃത്രിമമായ ഡോപ്പമിൻ ഹോർമോൺ തരംഗങ്ങൾ ഉണ്ടാക്കുന്നു. ഈ പ്രാന്തമായ ചലനം കാരണം നിശ്ചലതയുടെയും വിവേകത്തിന്റെയും കേന്ദ്രമായ വിശുദ്ധി ചക്രം അതിന്റെ സ്വാഭാവിക താളം തെറ്റിക്കറങ്ങാൻ തുടങ്ങുന്നു. ഇത് മനുഷ്യന്റെ സർഗാത്മകതയെയും ആത്മവിശ്വാസത്തെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്നു. നമ്മുടെ കോശങ്ങൾക്ക് സ്വന്തമായി ഒരു ഓർമ്മശക്തിയുണ്ട്. വർഷങ്ങളോളമായി നമ്മൾ ഫോൺ നോക്കാൻ വേണ്ടി തല കുനിച്ചിരിക്കുന്ന ആ പഴയ പോസ്റ്റർ നമ്മുടെ കോശങ്ങൾ ഒരു സ്ഥിര നിയമമായി രേഖപ്പെടുത്തി വെക്കുന്നു. ഇതിന്റെ ഫലമായി കോശങ്ങൾ അവയുടെ യഥാർത്ഥവും ആരോഗ്യകരവുമായ അവസ്ഥയെ മറന്നുപോവുകയും ക്ഷേരുക്കൾക്ക് അതിവേഗം പ്രായം കൂടുകയും ചെയ്യുന്നു. തുടർച്ചയായി സ്ക്രീനുകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എനർജറ്റിക് ആർമർ അഥവാ ഒരു ഊർജ്ജ കവചം രൂപപ്പെടുന്നു. ഇത് സ്വാഭാവികമായ ഊർജ്ജസഞ്ചാരത്തെ തടയുന്നു. പ്രധാനമായും 2 ചക്രങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. വിശുദ്ധി ചക്ര, കഴുത്തിന്റെ ഭാഗത്തുള്ള ഈ ചക്രം ആശയവിനിമയത്തെയാണ് നിയന്ത്രിക്കുന്നത്. ഡിജിറ്റൽ സാച്ചുറേഷൻ കാരണം ഇവിടെ കടുത്ത ഊർജ്ജ തടസ്സം ഉണ്ടാകുന്നു. അനാഹത ചക്ര, ഹൃദയഭാഗത്തുള്ള ഈ ചക്രവും മുകളിലത്തെ ചക്രങ്ങളും തമ്മിലുള്ള ബന്ധം വേർപെടുമ്പോൾ ശാരീരികമായ അസ്വസ്ഥതകൾ കൂടുന്നു. റെയ്ക്കി ഹീലിംഗിലൂടെ പ്രപഞ്ചത്തിലെ ജീവൽ ഊർജ്ജത്തെ ശരീരത്തിലെ പ്രധാന ചക്രങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു. ഇതിലൂടെ കഴുത്തിലെ കടുപ്പം മാറുകയും മനസ്സിന് ശാന്തത ലഭിക്കുകയും ചെയ്യും. സ്ഥിരമായി സ്ക്രീൻ ഉപയോഗിക്കുന്നത് വഴി കഴുത്തിന്റെ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ റെയ്ക്കിയിലൂടെ അലിയിച്ചു കളയുന്നു. ഇത് പേശികൾക്ക് അയവ് വരുത്താൻ സഹായിക്കും. രാത്രിയും പകലും സ്ക്രീനുകളിലേക്ക് നോക്കിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തെ ഒരു പ്രത്യേക ലോക്കിംഗ് അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട്. മെഡിക്കൽ ലോകം ഇതിനെ ടെക്നെക്ക് എന്ന് വിളിക്കുമ്പോൾ ആത്മീയോർജ്ജ തലത്തിൽ ഇതിനെ നമ്മൾ കഴുത്തിലെ ഊർജ്ജ തടസ്സം എന്നാണ് വിളിക്കുന്നത്. മണിക്കൂറുകളോളം നമ്മൾ ലാപ്ടോപ്പിന് മുന്നിലോ മൊബൈലിലോ ഇരിക്കുമ്പോൾ നമ്മുടെ ഉപബോധമനസ് ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി കഴുത്തിന് ചുറ്റും ഒരു കടുത്ത ഊർജ്ജ കവചം തീർക്കുന്നു. ഈ കവചം കാരണം പ്രപഞ്ചോർജ്ജം തലച്ചോറിലേക്ക് എത്തുന്ന ക്രൗൺ ചക്രയും ഹൃദയത്തിന്റെ ഭാഗമായ ഹാർട്ട് ചക്രയും തമ്മിലുള്ള സ്വാഭാവിക ഒഴുക്ക് പൂർണ്ണമായി തടസ്സപ്പെടുന്നു. ഇതിന്റെ ഫലമായി കഴുത്ത് തിരിക്കാൻ പറ്റാത്ത അവസ്ഥ, തലവേദന, തോൾവേദന, വിട്ടുമാറാത്ത തളർച്ച എന്നിവ ഉണ്ടാകുന്നു. നമ്മൾ മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിലോ വിർച്വൽ ലോകത്തോ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ ബോധത്തിന്റെ ഒരു വലിയ ഭാഗം ശാരീരിക ശരീരത്തിൽ നിന്ന് മാറി ആ ഡിജിറ്റൽ സ്പേസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. ശരീരം ഒരിടത്തും മനസ്സ് മറ്റൊരിടത്തുമാകുമ്പോൾ നമ്മുടെ പ്രഭാവലയത്തിൽ വിള്ളലുകൾ വീഴുന്നു. ഇതിനെയാണ് ഓറിക് ലീക്കേജ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ തോളുകൾ എന്നത് ആത്മീയമായി ഉത്തരവാദിത്തങ്ങൾ ചുമക്കുന്ന ഇടമാണ്.
ഡിജിറ്റൽ ലോകത്ത് നമ്മൾ കാണുന്ന മറ്റുള്ളവരുടെ ജീവിത പ്രശ്നങ്ങൾ, വാർത്തകൾ, ട്രോളുകൾ, നെഗറ്റിവിറ്റി എന്നിവ അറിയാതെ തന്നെ നമ്മൾ തലച്ചോറിലേക്കും തോളുകളിലേക്കും ആവാഹിക്കുന്നു. ഈ അനാവശ്യ വിവരങ്ങൾ തോളുകളുടെ പുറകിൽ ഊർജ്ജഭാരമായി മാറുന്നു. ഇതാണ് ടെക്നെക്കിനൊപ്പം തോളുകൾക്ക് കടുത്ത വേദന സമ്മാനിക്കുന്നത്. മൊബൈൽ ടവറുകളിൽ നിന്നും വൈഫൈ റൂട്ടറുകളിൽ നിന്നും പുറപ്പെടുന്ന കൃത്രിമ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്രീക്വൻസികൾ പ്രപഞ്ചത്തിലെ സ്വാഭാവിക പ്രാണോർജ്ജത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നവയാണ്. നമ്മുടെ നാഡീവ്യൂഹം ഈ കൃത്രിമ തരംഗങ്ങളോട് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘർഷണം ബോഡിയിലെ നാഡികളിൽ കടുത്ത തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. ടെക്നെക്ക് ബാധിക്കുന്ന വിരലിലെണ്ണാവുന്ന പ്രധാന അവയവങ്ങളിൽ ഒന്നാണ് കഴുത്തിലെ തൈറോയിഡ് ഗ്രന്ഥി. സോഷ്യൽ മീഡിയയിൽ നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങളോ വികാരങ്ങളോ പ്രകടിപ്പിക്കുന്നില്ല. ഇത് വിശുദ്ധി ചക്രത്തെ നിഷ്ക്രിയമാക്കുന്നു. ഊർജ്ജതലം മന്ദഗതിയിലാകുമ്പോൾ അത് തൈറോയിഡ് ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയെപ്പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിക്കാം. സാധാരണയായി ടെക്നെക്ക് കഴുത്തിനെ ബാധിക്കുന്നു എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ നിയന്ത്രണ കേന്ദ്രം കിടക്കുന്നത് മണിപ്പൂരക ചക്രയിലാണ്. നമ്മൾ ഫോണിലെ റീലുകളോ ഷോർട്ട്സോ കാണുമ്പോൾ ലഭിക്കുന്ന ഇൻസ്റ്റന്റ് ഡോപ്പമിൻ നമ്മുടെ ഇച്ഛാശക്തിയെയും ആത്മവിശ്വാസത്തെയും നിയന്ത്രിക്കുന്ന സോളാർ പ്ലെക്സസ് ചക്രത്തെ തളർത്തുന്നു. സോളാർ പ്ലെക്സസ് ദുർബലമാകുമ്പോൾ പ്രപഞ്ചബോധവുമായി ബന്ധിപ്പിക്കുന്ന ക്രൗൺ ചക്ര നേരിട്ട് കഴുത്തിലേക്ക് നെഗറ്റീവ് പ്രഷർ ചെലുത്തുന്നു. അതായത് ആത്മീയമായ ചിന്തകൾക്ക് മുകളിൽ ഡിജിറ്റൽ ചിന്തകൾ ആധിപത്യം സ്ഥാപിക്കുന്നതിന്റെ ലക്ഷണമാണ് ഈ കഴുത്തുവേദന. മണിപ്പൂരക ചക്രയിൽ റെയ്ക്കി പ്രവഹിപ്പിച്ച് ഇച്ഛാശക്തി വീണ്ടെടുക്കുമ്പോൾ മാത്രമേ കഴുത്തിലെ ഊർജ്ജ കവചം ശാശ്വതമായി അലിയുകയുള്ളൂ. വിർച്വൽ ലോകത്തേക്ക് തല മുന്നോട്ട് നീട്ടി ഇരിക്കുമ്പോൾ യഥാർത്ഥ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ വ്യക്തി ഭയപ്പെടുന്നു. വർത്തമാനകാലത്തിൽ ജീവിക്കുന്നതിന് പകരം മനസ്പൂർണമായും ഡിജിറ്റൽ ലോകത്തായിരിക്കും. ഇത് റൂട്ട് ചക്രയുടെ ഗ്രൗണ്ടിംഗ് പൂർണ്ണമായി ഇല്ലാതാക്കുന്നു. വേരുകളില്ലാത്ത മരം പോലെ ശരീരം വായുവിൽ അലയുന്ന അവസ്ഥയാണിത്. സ്ക്രീനിലൂടെ ദിവസവും നൂറുകണക്കിന് ആളുകളുടെ സങ്കടങ്ങളും ദേഷ്യവും അക്രമങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് തോന്നാമെങ്കിലും നമ്മുടെ സൂക്ഷ്മശരീരം ഇതെല്ലാം ഗ്രഹിക്കുന്നുണ്ട്. വികാരങ്ങളുടെ ഈ അമിതപ്രസരം കാരണം ഹാർട്ട് ചക്ര സ്വയം സംരക്ഷിക്കാനായി ചുരുങ്ങാൻ തുടങ്ങുന്നു. ഹൃദയചക്രം ചുരുങ്ങുമ്പോൾ അതിന് തൊട്ടുമുകളിലുള്ള വിശുദ്ധി ചക്രത്തിലേക്കുള്ള ഊർജ്ജപ്രവാഹം നിലയ്ക്കുകയും അത് പുറകിലെ പേശികളെ വലിഞ്ഞു മുറുകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നിരന്തരമായി സ്ക്രീനിലേക്ക് നോക്കുന്നത് വഴി ഉൾക്കാഴ്ചയും സഹജാവബോധവും നൽകുന്ന തേർഡ് എ ചക്ര ക്ഷീണിക്കുന്നു. ഇത് ശരീരത്തിലെ പിറ്റ്യൂട്ടറി, പീനിയൽ ഗ്രന്ഥികൾ. നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഉപകരണങ്ങൾ കേവലം പ്ലാസ്റ്റിക്കും മെറ്റലുമല്ല, അവ ലക്ഷക്കണക്കിന് ആളുകളുടെ വിരലുകൾ സ്പർശിച്ച വിവരങ്ങൾ കൈമാറുന്ന മാധ്യമങ്ങളാണ്. നമ്മൾ മറ്റൊരാളുടെ നെഗറ്റീവ് പോസ്റ്റുകളിലോ കമന്റുകളിലോ നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ നെഗറ്റീവ് എനർജി ഇംപ്രിന്റുകൾ നമ്മുടെ വിരലുകളിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. വിരലുകളിൽ തുടങ്ങി തോളുകളിലൂടെ ഇത് കഴുത്തിലെത്തി ഒരു കനത്ത ഭാരമായി മാറുന്നു. ഫോൺ ഉപയോഗിച്ചു കഴിഞ്ഞ ഉടൻ കൈകൾ തണുത്ത വെള്ളത്തിൽ കഴുകുകയോ റേക്കി ഡ്രൈ ബാത്തിംഗ് രീതി ഉപയോഗിച്ച് ഊർജ്ജത്തെ ശുദ്ധീകരിക്കുകയോ ചെയ്യുക. നമ്മുടെ കഴുത്തും തോളും ചേരുന്ന ഭാഗം ഊർജ്ജതലത്തിൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള നമ്മുടെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫോൺ സ്ക്രീനിലേക്ക് നോക്കി ഒരേ ഇരിപ്പ് ഇരിക്കുമ്പോൾ നമ്മൾ വർത്തമാനകാലത്തിൽ ഒരിടത്ത് മരവിച്ചു പോവുകയാണ്. ജീവിതത്തിൽ പുതിയ മാറ്റങ്ങളെയോ വെല്ലുവിളികളെയോ നേരിടാൻ മനസ്സ് മടിക്കുന്നതിന്റെ ഊർജ്ജരൂപമാണ് ഈ മരവിപ്പ്. ബാഹ്യലോകവുമായി പൊരുത്തപ്പെടാൻ സൂക്ഷ്മശരീരം കാണിക്കുന്ന ഈ പ്രതിരോധം തോളുകളെ കല്ലുപോലെ കടുപ്പമുള്ളതാക്കി മാറ്റുന്നു. നമ്മുടെ വിരലുകൾ പ്രകൃതിയിലെ 5 മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രകൃതിദത്തമായ മുദ്രകളാണ്. എന്നാൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വിരലുകൾ നിരന്തരമായി സ്ക്രീനിൽ അമർത്തുകയും കൃത്രിമമായി ചലിക്കുകയും ചെയ്യുന്നു. വിരലുകളുടെ ഈ അസ്വാഭാവിക ചലനം വഴി കൈകളിലൂടെ പുറത്തേക്ക് പോകേണ്ട നെഗറ്റീവ് ഊർജ്ജം തിരിച്ച് ശരീരത്തിലേക്ക് തന്നെ ഒഴുകുന്നു.
വിരലുകളിൽ നിന്ന് തുടങ്ങുന്ന ഈ റിവേഴ്സ് എനർജി കൈകളിലൂടെ നേരിട്ട് കഴുത്തിലെ സെർവിക്കൽ നാഡികളിലാണ് ചെന്നിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ കൈകളിൽ തുടങ്ങി കഴുത്തിലേക്ക് പടരുന്ന വിട്ടുമാറാത്ത അസ്വസ്ഥത എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഫോൺ മാറ്റിവെച്ച് നേരെ ഇരിക്കാൻ ശ്രമിച്ചാൽ പോലും കോശങ്ങളിലെ ഈ നെഗറ്റീവ് എനർജി ഇംപ്രിന്റ് നിങ്ങളെ വീണ്ടും പഴയ കൂനുള്ള അവസ്ഥയിലേക്ക് വലിച്ചിടും. സാധാരണ വ്യായാമങ്ങൾ കൊണ്ട് മാത്രം ഈ സെല്ലുലാർ മെമ്മറി മാറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് കുറച്ചു സമയം ഫോൺ മാറ്റിവെച്ചാലും വേദന മാറാത്തത്. റേക്കിയുടെ ഉയർന്ന ചിഹ്നങ്ങളായ ഹോൻ ഷാ സെ ഷോ നെൻ ഉപയോഗിച്ച് കോശങ്ങളുടെ ഭൂതകാല മെമ്മറിയെ ഹീൽ ചെയ്യുക. കോശങ്ങളിലെ ഡിജിറ്റൽ മുദ്രകളെ പൂർണ്ണമായി മായ്ച്ചു കളയുക. നമ്മുടെ നട്ടെല്ലിലൂടെ കടന്നുപോകുന്ന സുഷുമ്നാ നാഡിയാണ് പ്രപഞ്ചോച്ചത്തെ താഴത്തെ ചക്രങ്ങളിൽ നിന്നും മുകളിലെ ചക്രങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഫോൺ നോക്കുമ്പോൾ നമ്മൾ തല താഴേക്ക് കുനിച്ചിരിക്കുമ്പോൾ സെർവിക്കൽ നട്ടെല്ലിന് ഉണ്ടാകുന്ന വളവ് സുഷുമ്നാ നാഡിയെ ശാരീരികമായും ഊർജ്ജതലത്തിലും ഞെരുക്കുന്നു. ഇതിന്റെ ഫലമായി താഴത്തെ ചക്രങ്ങളിൽ നിന്നുള്ള കുണ്ടലിനി ഊർജ്ജത്തിന്റെ ഒഴുക്ക് കഴുത്തിൽ വെച്ച് തടസ്സപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ കോമ അഥവാ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് പൂർണ്ണമായി മറന്നുപോകുന്ന അവസ്ഥ എന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് ഉയർന്ന ബോധതലങ്ങളുമായുള്ള നമ്മുടെ കണക്ഷൻ പൂർണ്ണമായി നിലയ്ക്കുന്നു. വിർച്വൽ ലോകത്തെ അനാവശ്യ വിവരങ്ങൾ തലച്ചോറിലേക്ക് കുത്തിനിറയ്ക്കുമ്പോൾ തലയ്ക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അമിതമായി ചൂടാകുന്നു. ഈ ചൂട് കാരണം ക്രൗൺ ചക്രയിലൂടെ ഇറങ്ങിവരുന്ന ദിവ്യോർജ്ജത്തിന് താഴേക്ക് ഇറങ്ങാൻ കഴിയാതെ വരുന്നു. ഈ ഊർജ്ജം കഴുത്തിന്റെ ഭാഗത്ത് വന്ന് അടിഞ്ഞു കൂടുകയും അത് അകാരണമായ ദേഷ്യം, ഉറക്കമില്ലായ്മ, കഴുത്തിലെ കടുത്ത ചൂട് അല്ലെങ്കിൽ കടുപ്പം എന്നിവയായി മാറുകയും ചെയ്യുന്നു. ഇന്റർനെറ്റ് എന്നത് കേവലം കോഡിംഗുകൾ മാത്രമല്ല, അത് കോടിക്കണക്കിന് മനുഷ്യരുടെ കാമക്രോധവികാരങ്ങൾ തങ്ങിനിൽക്കുന്ന ഒരു ആസ്ട്രൽ പ്ലെയിൻ കൂടിയാണ്. നമ്മൾ ഭയപ്പെടുത്തുന്നതോ ക്രൂരമായതോ ആയ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ കാണുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നു. ഈ സമയത്ത് ആസ്ട്രൽ ലോകത്തുള്ള നെഗറ്റീവ് ഊർജ്ജരൂപങ്ങൾ നമ്മുടെ പ്രഭാവലയത്തിൽ ഒട്ടിപ്പിടിക്കുന്നു. ഈ പരാന്നഭോജി ഊർജ്ജങ്ങൾ സാധാരണയായി വന്ന് പറ്റിപ്പിടിക്കുന്നത് കഴുത്തിന്റെ പുറകിലെ മൃദുവായ ഊർജ്ജ കേന്ദ്രങ്ങളിലാണ്. ഇത് വിട്ടുമാറാത്ത തോളലിൽ വേദനയ്ക്കും വിഷാദത്തിനും കാരണമാകുന്നു. നമ്മുടെ തലയുടെ പുറകിൽ കഴുത്തിന് തൊട്ടുമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഉപചക്രയാണ് ബിന്ദുചക്ര. സ്ക്രീനുകളിൽ നിന്നുള്ള റേഡിയേഷൻ നിരന്തരമായി തലയുടെ പുറകിൽ ഏൽക്കുമ്പോൾ ബിന്ദുചക്രയിലെ ഊർജ്ജം വറ്റിപ്പോകുന്നു. അമൃതിന്റെ പ്രവാഹം തടസ്സപ്പെടുമ്പോൾ ശരീരം പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നു. നെക്കുള്ള ആളുകളിൽ മുഖത്തെ ചുളിവുകൾ കൂടുന്നതും കണ്ണിനു ചുറ്റും കറുപ്പ് പടരുന്നതും അകാല നര ഉണ്ടാകുന്നതും ഇതിന്റെ ആത്മീയ ലക്ഷണങ്ങളാണ്. പണ്ടുകാലത്ത് മനുഷ്യർ കൈകൾ ഉപയോഗിച്ചിരുന്നത് പ്രകൃതിയെ തൊടാനും ഭക്ഷണം പാകം ചെയ്യാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് വിരലുകൾ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ ഡിജിറ്റലായി അധിക്ഷേപിക്കാനും നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കാനുമാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ നെഗറ്റീവ് വാക്കുകളും നമ്മുടെ കൈകളിലെ ഉപചക്രകളെ മലിനമാക്കുന്നു. ഇത് പ്രകൃതിയുമായി നമ്മൾ ചെയ്ത അദൃശ്യമായ പ്രതിജ്ഞയുടെ ലംഘനമാണ്. കൈപ്പത്തികളിലെ ഊർജ്ജം മലിനമാകുമ്പോൾ അത് നാഡികൾ വഴി നേരിട്ട് ഹൃദയത്തെയും കഴുത്തിനെയും ബാധിക്കുന്നു. കൈകളിൽ അനുഭവപ്പെടുന്ന തരിപ്പും കഴുത്തുവേദനയും ഇതിന്റെ കർമ്മപരമായ ഫലമാണ്. കൈപ്പത്തികളിൽ ചോക്കുറയെ ചിഹ്നം വരച്ച് ഭൂമിയിലേക്ക് കൈകൾ കാണിച്ച് നെഗറ്റീവ് കർമ്മ ഊർജ്ജത്തെ ഗ്രൗണ്ട് ചെയ്യുക. തലയോട്ടിക്ക് തൊട്ടുതാഴെ കഴുത്തിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന അതീവ പ്രാധാന്യമുള്ള എന്നാൽ അധികം ആരും സംസാരിക്കാത്ത ഒരു ഉപചക്രയാണ് അൾട്ടാ മേജർ ചക്ര. പ്രപഞ്ചത്തിൽ നിന്നുള്ള ഉയർന്ന ആത്മീയ നിർദ്ദേശങ്ങൾ നമ്മുടെ ഭൗതിക ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ വാതിലിലൂടെയാണ്. നമ്മൾ നിരന്തരം ഫോണിലേക്ക് നോക്കുമ്പോൾ ഈ എനർജി പോർട്ടൽ വിപരീത ദിശയിൽ വക്രീകരിക്കപ്പെടുന്നു. ഡിജിറ്റൽ ലോകത്തെ അൽഗോരിതങ്ങളും പരസ്യങ്ങളും നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ ഈ ചക്ര അതിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തി ഡിജിറ്റൽ ഹിപ്നോസിസ് അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഈ ചക്രയുടെ തകരാർ കഴുത്തിന്റെ ഏറ്റവും മുകളിലത്തെ ക്ഷേരുക്കളിൽ കടുത്ത സമ്മർദ്ദവും വിട്ടുമാറാത്ത തലകറക്കവും ഉണ്ടാക്കുന്നു.
കഴുത്തിന്റെ മുകൾ ഭാഗത്ത് കൈകൾ തൊടാതെ വെച്ച് ആ ഭാഗം പ്രപഞ്ചത്തിലെ സ്വർണ്ണ വെളിച്ചത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതായി ധ്യാനിക്കുക. ബാഹ്യമായ ഡിജിറ്റൽ നിയന്ത്രണങ്ങളിൽ നിന്ന് ഈ ചക്രയെ മോചിപ്പിക്കുക. നമ്മുടെ ശരീരത്തിലെ 5 പ്രാണനുകളിൽ ഒന്നായ വ്യാപനപ്രായൻ ആണ് തല മുതൽ ഉള്ളംകാൽ വരെയുള്ള ഊർജ്ജസംക്രമണത്തെയും നാഡീവ്യൂഹങ്ങളെയും പരസ്പരം കോർത്തുപിടിക്കുന്നത്. ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഒരൊറ്റ ബിന്ദുവിലേക്ക്, സ്ക്രീനിലേക്ക് ചുരുങ്ങുന്നു. ഇത് ശരീരമാകെ പടർന്നു കിടക്കേണ്ട വ്യാപന പ്രാണനെ കഴുത്തിലും കണ്ണുകളിലും മാത്രമായി വന്ന് കട്ടുപിടിക്കാൻ ഇടയാക്കുന്നു. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പ്രാണൻ കുറയുകയും കഴുത്തിൽ മാത്രം ഊർജ്ജം അമിതമാവുകയും ചെയ്യുന്നു. ഇത് കൈകാലുകളിൽ പെട്ടെന്നുണ്ടാകുന്ന തണുപ്പ്, തരിപ്പ്, ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടൽ എന്നിവയ്ക്ക് കാരണമാകുന്നു. നമ്മുടെ ശരീരത്തിലെ 5 പ്രാണനുകളിൽ ഉദാനൻ കഴുത്തിന് മുകളിലോട്ടുള്ള പ്രവർത്തനങ്ങളെയും ആശയവിനിമയത്തെയും നിയന്ത്രിക്കുമ്പോൾ വ്യാനൻ ശരീരമാകെ ഊർജ്ജം വിതരണം ചെയ്യുന്നു. സ്ക്രീനിലേക്ക് നോക്കി നമ്മൾ സ്വയം മറന്നിരിക്കുമ്പോൾ ശരീരമാകെ പടരേണ്ട വ്യാനൻ പെട്ടെന്ന് ചുരുങ്ങുകയും വിർച്വൽ ലോകത്തോട് പ്രതികരിക്കാൻ വേണ്ടി ഉദാനൻ അമിതമായി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് കഴുത്തിന്റെ ഭാഗത്ത് ഈ 2 പ്രാണനുകൾ തമ്മിലുള്ള കടുത്ത ഘർഷണത്തിന് കാരണമാകുന്നു. ഈ ഘർഷണം കഴുത്തിൽ അമിതമായ സൂക്ഷ്മതാപം ഉണ്ടാക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥിയുടെ മന്ദത, തൊണ്ട വരണ്ടുപോവുക, കഴുത്തിലെ ക്ഷേരുക്കൾക്ക് ചുറ്റുമുള്ള ദ്രാവകം വറ്റിപ്പോവുക എന്നിവയാണ് ഇതിന്റെ ഫലം. തലയ്ക്കുള്ളിൽ പ്രണവചക്രയ്ക്കും ആദ്യാചക്ര താലുവിനും മേൽവായ മധ്യേ സ്ഥിതി ചെയ്യുന്ന അതീവ രഹസ്യമായ ഒരു ഉപചക്രയാണ് ലളിതചക്ര. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള ആത്മീയ വിവേചനം നൽകുന്നത് ഈ കേന്ദ്രമാണ്. ഇന്റർനെറ്റിലെ വ്യാജമായ വാർത്തകളും വിദ്വേഷം നിറഞ്ഞ ഉള്ളടക്കങ്ങളും അശ്ലീലതയും നിരന്തരം കാണുമ്പോൾ ഈ ചക്ര മലിനമാക്കപ്പെടുന്നു. നമ്മൾ കാണുന്ന വിഷ്വലുകൾ നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടിനെ അന്ധമാക്കുന്നു. ലളിതചക്രയുടെ മരവിപ്പ് നേരിട്ട് ബാധിക്കുന്നത് C3-C4 സെർവിക്കൽ ക്ഷേരുക്കളെയാണ്. ഇത് കഴുത്തിന് പുറകിൽ വിട്ടുമാറാത്ത കടുത്ത ഭാരമായി അനുഭവപ്പെടുന്നു. ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് മുറിയിലെയും നിങ്ങളുടെയും ഊർജ്ജം ഡിജിറ്റൽ മലിനീകരണത്തിൽ നിന്ന് മുക്തമായിരിക്കണം. നിങ്ങളുടെയും ഡിജിറ്റൽ ഉപകരണങ്ങൾ പൂർണ്ണമായും ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ മുറിക്ക് പുറത്തുവയ്ക്കുക. നിങ്ങളുടെ വലതുകൈ കൊണ്ട് ഇടത് തോളിൽ നിന്ന് വലത് ഇടുപ്പിലേക്ക് വായുവിൽ തൂത്തുമാറ്റുക. ഇപ്രകാരം ഇരുവശങ്ങളിലും മാറി മാറി 3 തവണ ചെയ്ത് നിങ്ങളുടെ ഓറയെ ശുദ്ധീകരിക്കുക. മുറിയുടെ 4 കോണുകളിലും വായുവിൽ വലിയ ചോക്കുറയെ വരച്ച് നെഗറ്റീവ് തരംഗങ്ങളെ ഭസ്മീകരിക്കുക. കണ്ണുകൾ അടച്ച് നട്ടെല്ല് നേരെയാക്കി ഇരുന്ന് 2 കൈകളും നെഞ്ചിന് മധ്യത്തിൽ കൂപ്പിപ്പിടിക്കുക. കണ്ണുകൾ അടച്ച് തലയോട്ടിക്ക് മുകളിലുള്ള ക്രൗൺ ചക്രയിലൂടെ പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിൽ നിന്നുള്ള വെള്ളിവെളുത്ത പ്രകാശധാര ഉള്ളിലേക്ക് ഇറങ്ങുന്നതായി വിഷ്വലൈസ് ചെയ്ത് പറയുന്ന പവിത്രവാക്യങ്ങൾ മനസ്സാ ജപിക്കുക. പ്രപഞ്ചത്തിന്റെ പരമമായ ദിവ്യ വെളിച്ചമേ, പ്രകൃതിയുടെ ജീവശക്തിയായ മഹാരേഖി ഊർജ്ജമേ,
അങ്ങയെ ഞാൻ എന്റെ ശരീരത്തിലേക്കും ആത്മാവിലേക്കും പൂർണ്ണമായ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. എന്റെ പരമ്പരയിലെ എല്ലാ പ്രകാശ ഗുരുക്കന്മാരെയും ഞാൻ ഈ നിമിഷം ഈ പവിത്ര ഭൂമിയിലേക്ക് ആവാഹിക്കുന്നു. എന്നെ അങ്ങയുടെ ഒരു ശുദ്ധമായ മാധ്യമമാക്കി മാറ്റിയാലും. ഡിജിറ്റൽ സമ്മർദ്ദവും ടെക്നിക്കും മൂലം കഷ്ടപ്പെടുന്ന ഈ ശരീരത്തിന് പൂർണ്ണമായ രോഗശാന്തി നൽകാനായി എന്റെ കൈപ്പത്തികളിലേക്ക് ഇപ്പോൾ പ്രവഹിച്ചാലും. നിങ്ങളുടെ 2 കൈപ്പത്തികളുടെയും മധ്യത്തിൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ദായ് കോമ്യോ മാസ്റ്റർ ചിഹ്നം വരച്ച് 3 തവണ അതിന്റെ പേര് മന്ത്രിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കൈകളിൽ കടുത്ത ചൂടും വൈബ്രേഷനും അനുഭവപ്പെടാൻ തുടങ്ങും. ഇനി നമ്മൾ ആവാഹിച്ച ഊർജ്ജത്തെ കഴുത്തിലെയും നട്ടെല്ലിലെയും എനർജി ബ്ലോക്കുകളിലേക്ക് കൃത്യമായ ക്രമത്തിൽ അയക്കാൻ പോവുകയാണ്. കൈകൾ ശരീരത്തിൽ നിന്നും 2 ഇഞ്ച് ഉയർത്തി വെച്ച് ഈ ഹീലിംഗ് നൽകാം. വലതുകൈ തലയോട്ടിക്ക് തൊട്ടുതാഴെ കഴുത്ത് തുടങ്ങുന്ന കുഴിയിലും ഇടതുകൈ നെറ്റിയുടെ മധ്യത്തിലും വെക്കുക. ഈ 2 ബിന്ദുക്കൾക്കും മധ്യത്തിലായി മനസ്സാ സെയ് ഹേക്കി ചിഹ്നം പ്രൊജക്റ്റ് ചെയ്യുക. മൊബൈൽ ഫോണിലെ നീലവെളിച്ചം കാരണം തലച്ചോറിലും സിരകളിലും അടിഞ്ഞുകൂടിയ കറുത്ത ഇലക്ട്രോണിക് പുക നിങ്ങളുടെ കൈകളിൽ നിന്നുള്ള നീലപ്രകാശത്താൽ അലിഞ്ഞുപോകുന്നതായി വിഷ്വലൈസ് ചെയ്യുക. ഡോപ്പമിൻ ലൂപ്പുകൾ തകർന്ന് നാഡീവ്യൂഹം ശാന്തമാകാൻ 5 മിനിറ്റ് ഊർജ്ജം അയക്കുക. രണ്ട് കൈകളും കഴുത്തിന്റെ ഇരുവശങ്ങളിലുമായി മുകളിലായി വെക്കുക. ഇവിടെ ഹോൻ ഷാ സെ ഷോ നെൻ ചിഹ്നം ആവാഹിക്കുക. വർഷങ്ങളായി ഫോൺ നോക്കാൻ വേണ്ടി തല കുനിച്ചിരുന്ന ആ പഴയ വക്രീകരിക്കപ്പെട്ട പോസ്റ്റർ മെമ്മറി കോശങ്ങളിൽ നിന്നും മാഞ്ഞുപോകുന്നതായി ധ്യാനിക്കുക. സമയം പിന്നോട്ട് സഞ്ചരിച്ച് ശരീരം അതിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് തിരികെ പോകുന്നതായി കണ്ട് 5 മിനിറ്റ് റേക്കി പ്രവഹിപ്പിക്കുക. രണ്ട് കൈപ്പത്തികളും കഴുത്തിനു പുറകിലെ കടുപ്പമേറിയ തോളെല്ലുകൾക്ക് മുകളിലായി അമർത്തിവെക്കുക. കൈകളിൽ നിന്ന് വലിയൊരു ചോക്കുറയെ കശേരുക്കളുടെ ഉള്ളിലേക്ക് ഇറക്കിവിടുക.
വലിഞ്ഞു മുറുകിയ പേശികളിലേക്ക് രക്തയോട്ടവും പ്രാണനും ഇരച്ചുകയറുന്നതായി സങ്കൽപ്പിക്കുക. ഇലക്ട്രോണിക് ചാർജുകൾ കാരണം കല്ലിച്ചുപോയ പേശികൾ വെന്നപോലെ ഉരുകി റിലാക്സ്ഡ് ആകാൻ 5 മിനിറ്റ് ശക്തമായി റേക്കി പ്രവഹിപ്പിക്കുക. വിരലുകൾ ഒരു ഊർജ്ജവാളായി സങ്കൽപ്പിച്ച് ചക്രയിൽ നിന്നും കന്നുകളിൽ നിന്നും സൈബർ ലോകത്തേക്ക് നീളുന്ന എല്ലാ അദൃശ്യ ഊർജ്ജ നാളികളെയും വായുവിൽ വെട്ടിമുറിക്കുക. കഴുത്തിനു പുറകിലായി വായുവിൽ വലിയൊരു ചോക്കുറയെ വരച്ച് കൈകൾ കൊണ്ട് അമർത്തുന്നത് പോലെ കാണിച്ച് മനസ്സാ പറയുക, ഈ ദിവ്യമായ രോഗശാന്തി ഊർജ്ജം ഇവിടെ പൂർണ്ണമായി മുദ്രവയ്ക്കപ്പെട്ടിരിക്കുന്നു, സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് തുടർച്ചയായി രോഗശാന്തി നൽകിക്കൊണ്ടേയിരിക്കും. പതുക്കെ നിങ്ങളുടെ കൈകൾ ശരീരത്തിൽ നിന്നും മാറ്റി വീണ്ടും നെഞ്ചിന് മധ്യത്തിൽ കൂപ്പിപ്പിടിക്കുക. തല അല്പം മുന്നോട്ട് കുനിച്ച് അതീവ വിനയത്തോടെയും കൃതജ്ഞതയോടെയും ഇനി പറയുന്ന പരമമായ നന്ദി പ്രകാശനം ജപിക്കുക. എന്റെ പ്രാർത്ഥന കേട്ട് ഇവിടേക്ക് എഴുന്നള്ളിയ പരമപവിത്രമായ മഹാരേഖി ഊർജ്ജമേ, അങ്ങേക്ക് കോടാനുകോടി നന്ദി. എന്റെ ആത്മീയ ഗുരുക്കന്മാർക്കും ഡോ. മികാവോ ഉസൂയിക്കും പ്രപഞ്ചനാഥനും എന്റെ ശരീരത്തിനും ഈ രോഗശാന്തിക്ക് സാക്ഷിയായ എല്ലാ ദിവ്യശക്തികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നന്ദി, നന്ദി, നന്ദി. ഈ ഹീലിംഗ് പ്രക്രിയ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ലോകം മുഴുവൻ ശാന്തിയും ആരോഗ്യവും നിറയട്ടെ. നിങ്ങളുടെ കൈപ്പത്തികൾ പരസ്പരം ശക്തമായി ഒന്നു കുടഞ്ഞ് ഊർജ്ജപ്രവാഹം നിർത്തുക. സെഷൻ കഴിഞ്ഞ ഉടൻ നിങ്ങളുടെ 2 കൈകളും ഒഴുകുന്ന തണുത്ത വെള്ളത്തിൽ കഴുകുക. നിങ്ങളുടെ കൈകളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുള്ള ആസ്ട്രൽ സ്മോഗിനെ പൂർണ്ണമായി ഒഴുക്കിക്കളയും. നമ്മൾ ഈ ചർച്ചയിലുടനീളം കേട്ടതുപോലെ ടെക്നെക്ക് എന്നത് വെറുമൊരു ശാരീരിക വേദനയോ പേശികളുടെ തകരാറോ മാത്രമല്ല, അത് ഭൗതിക ലോകത്തിലെ കൃത്രിമ മാട്രിക്സും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ 72,000 നാഡീ പ്രവാഹങ്ങളും തമ്മിലുള്ള ഒരു വലിയ ഊർജ്ജയുദ്ധമാണ്. സാങ്കേതികവിദ്യകൾ നമ്മുടെ ജീവിതത്തെ എളുപ്പമാക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്, നമ്മുടെ അവബോധത്തെ തളച്ചിടാനുള്ള തടവറകളല്ല. സ്ക്രീനിലേക്ക് തലകുനിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ ആത്മീയ സിംഹാസനത്തെയും ഈ പ്രപഞ്ചത്തെയുമാണ് അവഗണിക്കുന്നത്. നിങ്ങളുടെ കൈകളിലൂടെ ഒഴുകുന്ന റേക്കിയുടെ ഓരോ തരംഗവും ഈ ലോകത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്നും ശാരീരിക വേദനകളിൽ നിന്നും മോചിപ്പിക്കാൻ ഒരു നിമിത്തമാകട്ടെ. പൂർണ്ണമായ ആരോഗ്യത്തോടെ, പരമമായ ആത്മീയ അവബോധത്തോടെ, പ്രപഞ്ചപ്രകാശമായി എപ്പോഴും തലയുയർത്തിപ്പിടിച്ച് ജീവിക്കുക. താങ്ക് യു ഗോഡ്, താങ്ക് യു ഓൾ.